നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഓയിലിൽ പൊരിച്ചതല്ലാത്ത കുറച്ച് കടികൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിലൊന്നാണ് ഇറാനിപ്പോള. ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒത്തിരി ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്യാം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒരു 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഒരു 3 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു കപ്പിൽ 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 സ്പൂണ് ഓയിൽ, കുറച്ച് കുരുമുളക് പൊടി എന്തായാലും ഇടണം, അല്ലെങ്കിൽ ഒരു എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കും കേട്ടോ. ഒരു 2 സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ബാറ്ററിലേക്കുള്ളത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടിയിലൊരു പാൻ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാന് മുകളിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്ന് നമുക്ക് അതിലേക്ക് നമ്മളെ മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ബാറ്റർ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്ത് മേലെ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ തക്കാളിയൊക്കെ കളർ ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ½ ആൻ അവർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. കണ്ടോ, നന്നായിട്ട് അടി കരിയാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനിപ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്.